ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാനൊരു ട്യൂട്ടോറിയലായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായിട്ട് ഞാൻ എൻ്റെ ഷോളാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഏറ്റവും എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് കഫ്താൻ എന്നാണ് പറയുക. പക്ഷേ എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു, ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഷോള് ഒക്കെ ആകുമ്പോൾ എങ്ങനെയാണ് കഫ്താൻ സ്റ്റിച്ച് ചെയ്യുക ലൈനിങ് വെച്ചിട്ട് എന്നുള്ളത്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് കേട്ടോ. നമുക്ക് വീഡിയോയ്ക്ക് പോവാം. നമുക്ക് ആദ്യം ലൈനിങ് ആണ് കട്ട് ചെയ്യാനുള്ളത്. ലൈനിങ് ഇതുപോലെ നാലാക്കി മടക്കി വെച്ച് ഇവിടെയാണ് അതിൻ്റെ ഫോൾഡ് ഏരിയ വരുന്നത്. ആ ഭാഗത്ത് നിന്ന് നമുക്ക് ഷോൾഡർ ആദ്യം അളവെടുക്കാം. അതിനൊരു 7 ഇഞ്ചാണ് ഷോൾഡറിൻ്റെ അളവ് എടുക്കുന്നത്. നമ്മുടെ സാധാരണ എ ലൈൻ കുർത്തിക്കൊക്കെ നമുക്ക് എത്രയാണോ എടുക്കാറ് അതുപോലെ. പക്ഷെ അതിൻ്റെ ആം ഹോൾ നമ്മളൊരു 1/2 ഇഞ്ചും കൂടി കൂട്ടിയെടുക്കുന്നുണ്ട്. 7.5 ഇഞ്ചാണ് നമ്മളതിൻ്റെ ആം ഹോൾ എടുക്കുന്നത് കേട്ടോ. ഇന്ന് അത് താഴെയും കൂടിയും ആ കറക്റ്റ് അളവാണോ എന്ന് നോക്കുക. 7 ഇഞ്ച് തന്നെയല്ലേ അപ്പുറത്തേക്ക് വന്നിരിക്കുന്നത് നോക്കിയിട്ട് അവിടെ കറക്റ്റ് മാർക്ക് ചെയ്തതിന് ശേഷം സ്കെയിൽ വെച്ചിട്ട് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ചെസ്റ്റ് അടയാളപ്പെടുത്താം. ചെസ്റ്റ് വരുന്നത് 10.4 10.4 എന്ന് പറയുമ്പോൾ ചെസ്റ്റ് അടയാളപ്പെടുത്താൻ അറിയാമല്ലോ അല്ലേ. നമ്മുടെ ചെസ്റ്റ് അളവ് കാണുക, എത്രയാണോ അതിൻ്റെ കൂടെ 4 ഇഞ്ച് ലൂസ് കൂട്ടുക, അതിൻ്റെ 4/1 കാണുക. ഇവിടെ 37 ചെസ്റ്റ് വരുന്നത്. അതിൻ്റെ കൂടെ 4 ഇഞ്ച് ലൂസ് കൂട്ടുമ്പോൾ 41 വരും. അതിൻ്റെ 4/1 10.4 വരും. അങ്ങനെയാണ് ചെസ്റ്റിൻ്റെ അളവ് കാണുന്നത് കേട്ടോ. അതിന് ശേഷം നമുക്ക് അതിൻ്റെ ഒരു 1.5 ഇഞ്ച് സീം അലവൻസ് കൊടുക്കണം. ഇത് കറക്റ്റ് സൈസാണ് 10.4. അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് കൊടുക്കണമല്ലോ, അതിന് ഒരു 1.5 ഇഞ്ചും കൂടി കൊടുത്തു. ഇനി നമുക്ക് വേസ്റ്റ് ലെങ്ത്ത് കാണണം. വേസ്റ്റ് ലെങ്ത്ത് പറയുമ്പോൾ നമ്മുടെ ഷേപ്പ് വരുന്ന ഭാഗം അതൊരു 14 ഇഞ്ചിലാണ് അടയാളപ്പെടുത്തുന്നത് കേട്ടോ. അതിൽ വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് എനിക്ക് വരുന്നത് 8.75. വേസ്റ്റ് ലെങ്ത്തിൽ ലൂസ് 3 കൂട്ടേണ്ടത്. വേസ്റ്റ് റൗണ്ട് എത്രയാണോ അതിൻ്റെ കൂടെ 3 ഇഞ്ച് ലൂസ് കൂട്ടുക, 1.5 ഇഞ്ച് സീം അലവൻസും കൂട്ടിയിട്ട് അടയാളപ്പെടുത്തുക. അപ്പോൾ ഇവിടെ 8.75 അടയാളപ്പെടുത്തിയത്, 1.5 ഇഞ്ച് സീം അലവൻസും. അത് കഴിഞ്ഞാൽ ഹിപ്പ് ലെങ്ത്ത് കാണാം. ഹിപ്പ് ലെങ്ത്ത് വരുന്നത് 20.5 ഇഞ്ചിലാണ് ഞാൻ എടുത്തത്. നമ്മൾ സ്ലിറ്റ് ഇടുകയാണെങ്കിൽ 21 എടുക്കാറുണ്ട്. ഇത് 20.5 എടുത്തിട്ട് അതിൽ നമ്മൾ ഒരു 10.5 കൊടുത്തു. നമ്മൾ ചെസ്റ്റ് സൈസിനേക്കാൾ കുറച്ച് കൂട്ടി ഒരു ലൂസ് അവിടെ കിടക്കുന്നതാണ് നല്ലത്. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ട് നേരെ താഴോട്ട് വരച്ചും കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെയാണ് എലൈൻ കുർത്തി ആകുമ്പോഴും നമ്മൾ ചെയ്യുന്നത്. കുറച്ച് അടിയിൽ കുറച്ച് ഗ്യാപ്പിട്ട് പിന്നെ ആം ഹോള് നമ്മൾ 1 ഇഞ്ച് ഷേപ്പ് കൊടുത്തിട്ട് കർവ് ചെയ്ത് വരയ്ക്കുകയാണ്. അതുപോലെ ഒരു കാര്യം ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അത് നമുക്കിവിടെ പേപ്പറിൽ കാണിച്ചു തരാം കേട്ടോ. ഇപ്പം നമ്മുടെ തുണിയിൽ ഇങ്ങനെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് അല്ലേ. ഷോൾഡർ അതുപോലെ ഹിപ്പ് ഒക്കെ മാർക്ക് ചെയ്തിട്ട് ലാസ്റ്റ് അടിവശത്ത് നമ്മൾ ഇതുപോലെ അങ്ങ് തയ്ച്ചു പോയാൽ അടിയിലേക്ക് തൂങ്ങി നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങോട്ട് ഒരു 2 ഇഞ്ച് മാറ്റിയിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് ആ നടുവിൽ നിന്ന് പെട്ടെന്ന് കർവ് ചെയ്ത് കൊടുക്കാതെ നടുവിൽ നിന്ന് ഇങ്ങനെ ഒരു ലൈറ്റായിട്ട് ഇങ്ങനെ കർവ് ചെയ്ത് കൊണ്ടുവരണം കേട്ടോ. ഇതുപോലെ നമ്മൾ നമ്മുടെ ക്ലോത്തിൽ മാർക്ക് ചെയ്യണം. അത് ഞാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് മാർക്ക് ചെയ്ത ഈ ലൈനിൽ കൂടെ കറക്റ്റായിട്ട് കട്ട് ചെയ്യാം. അതിന് ശേഷം ആ തയ്യൽ തുമ്പിൻ്റെ ആ ഒരു ഭാഗമല്ലേ അവിടെ ഒരു കറക്റ്റായിട്ട് ഒരു നോച്ചസും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം ഈ നെക്കിൻ്റെ കാര്യം ഞാൻ ക്യാൻവാസിൽ പറഞ്ഞു തരാം. ക്യാൻവാസിലാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യാനുള്ളത്. സ്ലീവ് ഞാനൊരു 12 ഇഞ്ച് ലെങ്ത്താണ് കൊടുക്കുന്നത്. അതായത് നമ്മൾ സ്ലീവ് ചെയ്യുന്ന സമയത്ത് എത്രയാണോ ആം ഹോൾ എടുത്തത്, നമ്മൾ 7.5 എടുത്തത്, അതിനെ കൂടെ ഒരു 2.5 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് ഒരു 10 ഇഞ്ചാണ് കൊടുക്കുന്നത്. വീഡിയോയിൽ ഇപ്പം ഞാൻ 10.5 എടുത്തത്, പക്ഷെ ഞാനത് മാറ്റുന്നുണ്ട് കേട്ടോ. 10 ഇഞ്ച് കൊടുത്താൽ മതി. അവിടുന്ന് താഴോട്ട് ഒരു 3 ഇഞ്ച് ഷേപ്പ് കൊടുത്തു. അത് കഴിഞ്ഞാൽ സ്ലീവ് റൗണ്ട് എനിക്ക് വരുന്നത് 5.75. 5.75ൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് സീം അലവൻസും കൊടുത്തിട്ട് ആ ഒരു 2 പോയിൻറ്റും കൂടി നമ്മൾ ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മുടെ സ്ലീവ് റൗണ്ട് ആം ഹോൾ റൗണ്ട് വരുന്നത് ഒരു 9.5 ഇഞ്ചാണ് നമുക്ക് കിട്ടേണ്ടത്. അതിനനുസരിച്ചാണ് ഞാൻ 10 ഇഞ്ചിൽ ആക്കിയത് കേട്ടോ. അപ്പോൾ അത് കറക്റ്റായിട്ട് സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ ലെങ്ത്ത് നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. പക്ഷേ നമ്മുടെ മെയിൻ ക്ലോത്ത് നമ്മുടെ സ്ലീവിൽ എത്ര ഇറങ്ങി നിൽക്കുന്നോ അതിൻ്റെ കുറച്ച് മേലെ നിൽക്കുന്ന രീതിയിൽ സ്ലീവ് എടുക്കുന്നതായിരിക്കും വൃത്തി ഉണ്ടായിരിക്കുക കേട്ടോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക.
ഇനി നമുക്ക് മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്യാം. ഷോൾ ഇതുപോലെ 4ആക്കി മടക്കി വെച്ചിട്ടുണ്ട്. ലൈനിങ് ക്ലോത്തിൽ നമ്മൾ കട്ട് ചെയ്ത പോലെ തന്നെ 7 ഇഞ്ചാണ് നമ്മൾ ഷോൾഡർ അടയാളപ്പെടുത്തുന്നത്. താഴേക്ക് 7.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. അത് 7 ഇഞ്ച് താഴെയും 7 ഇഞ്ച് തന്നെ അല്ലേന്ന് നോക്കിയിട്ട് അവിടെ 7.5-ൽ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുക. ആ ലൈന് വരയ്ക്കണം എന്നില്ല കേട്ടോ, നമ്മൾ ജസ്റ്റ് അവിടെ അടയാളപ്പെടുത്തിയാൽ മതി. അതിനുശേഷം ചെസ്റ്റ് 10.25, 1.5 ഇഞ്ച് സീം അലവൻസ് ഇവിടെ ചേർക്കേണ്ട ആവശ്യമില്ല. കറക്റ്റ് നമ്മുടെ ആ അളവുകൾ മാത്രം ചേർത്താൽ മതി കേട്ടോ. വേസ്റ്റ് റൗണ്ട് 8.25, അതുപോലെ ഹിപ്പ് റൗണ്ട് നമ്മൾ 10.5 ആയിട്ട് അടയാളപ്പെടുത്തിയിട്ട് ആ ഒരു ഭാഗം മാത്രം നമ്മൾ വരച്ചു കൊടുത്താൽ മതി. അവിടെ ഒന്നും നമ്മൾ വരയ്ക്കേണ്ട. ഈ ഒരു പോയിൻ്റുകളുണ്ടല്ലോ, ആ പോയിൻ്റുകൾ മാത്രം ഷേപ്പ് ചെയ്തിട്ട് വരയ്ക്കുക. താഴേക്ക് അങ്ങോട്ട് വരച്ച് പോവുക, അത്രേ വേണ്ടൂ കേട്ടോ. ബാക്കിയുള്ള ലൈൻസൊന്നും നമുക്കിവിടെ ആവശ്യമില്ല, തയ്യൽ തുമ്പും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്കാണ് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നെക്ക് അടയാളപ്പെടുത്താം. അതിനായിട്ടൊരു ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. അതിൽ 3.25 ഇഞ്ച് നെക്ക് വിഡ്ത്തും അതുപോലെ 6 ഇഞ്ച് നെക്ക് ലെങ്ത്തും കൊടുത്തിട്ട് നമ്മൾ വരയ്ക്കുന്നുണ്ട്. ബാക്ക് നെക്ക് നമ്മൾ അധികം ഇറക്കം കൊടുക്കാത്തതുകൊണ്ടാണ് ഫ്രണ്ട് നെക്കിൽ ഇത്രയും കൊടുക്കുന്നത് കേട്ടോ. അതിനുശേഷം ഒരു 1.5 ഇഞ്ച് സീം അലവൻസ് ഇട്ടിട്ട് ഇതുപോലെ യോജിപ്പിച്ച് വരയ്ക്കുക. അതിനുശേഷം അതുകൂടെ ഉണ്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ബാക്ക് നെക്ക് നമ്മൾ 3 ഇഞ്ചാണ് അലവൻസ് കൊടുക്കുന്നുള്ളൂ. അത് വീഡിയോയിൽ എടുത്തിട്ടില്ല. ഇതുപോലെ തന്നെയാണ് 3.25 ഇഞ്ച് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തത് നമ്മളൊരു തുണിയിൽ ഇതേപോലെ വെച്ച് അയൺ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് നെക്ക് നമ്മൾ ചെയ്തത് നെക്ക് വിഡ്ത്ത് 3.25 തന്നെയാണ്. നെക്ക് ലെങ്ത്ത് 3 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് റൗണ്ട് നെക്കാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത് കേട്ടോ. ഇനി നമ്മൾ ആ ക്യാൻവാസ് ഒരു 1/4 ഇഞ്ച് വീതം വിട്ടിട്ട് വെട്ടി അത് വക്ക് തയ്ച്ച് അതിൻ്റെ ഷോൾഡർ വരുന്ന ഭാഗം ഒന്ന് കൂട്ടി അടിച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ലൈനിങ് പീസ് നല്ല വശം മുകളിലേക്ക് ആക്കി വരുന്ന തരത്തിൽ ഇട്ടിട്ട് അതിൻ്റെ മേലേക്ക് നമ്മുടെ നല്ല ക്ലോത്തില്ലേ അതിൻ്റെ നല്ല വശം ലൈനിങ്ങിൻ്റെ നല്ല വശമായി ചേർന്ന് കിടക്കുന്ന തരത്തിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മീതെ നമ്മൾ ക്യാൻവാസ് വെച്ചിരിക്കുകയാണ്. നമ്മൾ ക്യാൻവാസ് അല്ല നമ്മുടെ നല്ല ക്ലോത്തിലും ലൈനിങ്ങിലും നമ്മൾ മാർക്ക് ചെയ്ത സമയത്ത് നെക്കിനുള്ള ആ ഒരു ഫോൾഡ് ആയ ഭാഗം ഉണ്ടായിരുന്നില്ലേ, അവിടെ ചെറിയൊരു കട്ടിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സെൻറ്റർ പോയിൻ്റ് നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ നമ്മൾ ഈ ക്യാൻവാസിൻ്റെ ആ ഒരു ഭാഗത്തും നമ്മൾ സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്യുക. എന്നിട്ട് അത് ഇതേപോലെ പിൻ ചെയ്ത് വെച്ചിട്ട് 4 പുറവും ഒന്ന് അടിച്ചു കൊണ്ടുവരാം. ഞാൻ അടിച്ചു കൊണ്ടുവന്നതാണ്. ഇവിടെ നമുക്കൊന്ന് കട്ട് ചെയ്യാനുണ്ട്. ഇതുപോലെ ഒരു കട്ടിങ് കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ 4 പുറവും നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിന് ശേഷം അതിൻ്റെ 4 പുറവും ചെറിയ ഓരോ കട്ടുകൾ കൊടുത്തതിന് ശേഷം തിരിച്ചിട്ട് നോക്കാം കേട്ടോ. അങ്ങനെ കൊണ്ടുവന്നപ്പോൾ ഇതാ ഇതുപോലെ ഉണ്ട്. ഇനി ഇതിൻ്റെ 4 പുറവും ഒന്ന് പ്രസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാം. അതിനുശേഷം നമ്മൾ മെയിൻ ക്ലോത്ത് മാറ്റിയിട്ടിട്ട് ആ ഒരു താഴേക്ക് ക്യാൻവാസ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്തിന് നമ്മളിതാ ഇതുപോലെ 4 പുറം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ ക്ലോത്ത് മാറ്റിയിട്ടിട്ട് ഇതുപോലെ ഷോൾഡർ ഇങ്ങനെ ഒരേപോലെ പിടിച്ചിട്ട് അതിലൊരു നോച്ചസ് ഇട്ട് കൊടുക്കാം ഇതുപോലെ. അതിനുശേഷം നമുക്കിതിൽ സ്ലീവ് അറ്റാച്ച് ചെയ്യാണ് വേണ്ടത്. ക്ലോത്തിൻ്റെ നല്ല വശം ഇതാണ് നല്ല വശം. അപ്പോൾ അതിൻ്റെ ആ നോച്ചസ് ഇട്ട ഭാഗം കണ്ടില്ലേ, അവിടേക്ക് സ്ലീവ് ഇതുപോലെ വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. സ്ലീവിൻ്റെ വക്ക് ഞാനൊന്ന് തയ്ച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ, 2 സ്ലീവിൻ്റെയും. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ മറ്റേ സൈഡും അറ്റാച്ച് ചെയ്യാണ് വേണ്ടത്. ഈ നോച്ചസ് നോക്കിയിട്ട് തന്നെ സെൻറ്റർ പോയിൻ്റ് തന്നെ വെച്ചിട്ട് അങ്ങോട്ടും ഇപ്പുറത്തേക്കും സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. നമ്മൾ കൈ ഇതുപോലെ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നു. ഇനി ആ നല്ല വശം തിരിച്ച് നമ്മുടെ ചീത്ത വശത്തേക്ക് മറച്ച് വെച്ച് അതിൻ്റെ വക്കത്ത് കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോകാം. നമ്മുടെ സീം അലവൻസ് നമ്മൾ 1.5 ഇഞ്ചല്ലേ വിട്ടിരിക്കുന്നത്, ആ ഒരു സീം അലവൻസ് കൂടെ നമുക്ക് കറക്റ്റായിട്ട് താഴെ വരെ അടിച്ചങ്ങോട്ട് പോവാം കേട്ടോ. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് പോവാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ മെയിൻ ക്ലോത്ത് ഇതിൽ പെടാതെ ശ്രദ്ധിക്കണം. ലൈനിങ് ക്ലോത്ത് മാത്രം പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. അടിവശം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പം ഞാനിതിൻ്റെ 2 വശവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ, ഇതുപോലെ. ഇനി ഈ ലൈനിങ് ക്ലോത്തിൻ്റെ അടിവശം ഒന്ന് മടക്കി അടിക്കണം കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടില്ല, അത് നിങ്ങൾ ചെയ്യണേ.
ഇനി നമുക്ക് മെയിൻ ക്ലോത്തിലാണ് ചെയ്യാനുള്ളത്. ആ ലൈനിങ് ക്ലോത്ത് കറക്റ്റായിട്ട് മടക്കി വെച്ചതിന് ശേഷം ഇതുപോലെ അണ്ടർആമിൻ്റെ താഴേന്ന് ഇങ്ങോട്ട് ഷേപ്പിൽ വരച്ചാൽ മതി. താഴെ ഒരു 4 ഇഞ്ച് മേലെ ഒരു 5 ഇഞ്ച് മേലെ നിർത്താം നമുക്ക് സ്റ്റിച്ച് കേട്ടോ, അവിടെ കെട്ടിട്ട് നിർത്തുക. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ട്യൂട്ടോറിയൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് അതുപോലെ ട്യൂട്ടോറിയൽ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, കമൻറ്റ് ചെയ്ത് പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം നമുക്ക് ശരിയാക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ DM ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഇന്നത്തെ വീഡിയോ അപ്പോൾ ഓക്കെ, ബൈ ബൈ.